നമസ്കാരം. ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം. ആദ്യത്തെ മെസ്സേജ് നിങ്ങളുടെ തന്നെ മൈൻഡിനെ കുറിച്ചിട്ടാണ്. എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഡയറക്ഷൻസിലൂടെയാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങളെ നയിച്ചു കൊണ്ട് പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക എന്നതാണ് ആദ്യം തന്നിരിക്കുന്ന മെസ്സേജ്. നിങ്ങൾക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാതെ വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നിങ്ങളുടെ മനസ്സ് പല ആഗ്രഹങ്ങളിലേക്കും അതുപോലെ ഭയങ്ങളിലേക്കും ഡൗട്ട്സിലേക്കും ഒക്കെ ഒരു ഫോക്കസും ഇല്ലാതെ പായുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള മാനസികമായ അസ്വസ്ഥത നിങ്ങളിലെ മനസ്സമാധാനക്കേടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോർമോണൽ ഇംബാലൻസും അത് നിങ്ങളിൽ പലതരത്തിലുള്ള രോഗങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്താഗതികൾ അത് നിങ്ങൾക്ക് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഇവിടെ ഭഗവാൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളോട് ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ തന്നെ സ്വയം കൺട്രോൾ ഏറ്റെടുക്കുക. ചിന്തകൾ നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. പകരം നിങ്ങൾ ഭക്തിയിലും അതുപോലെ മറ്റ് സാധനങ്ങളിലേക്കുമായി ശ്രദ്ധ തിരിച്ചു വിടൂ എന്നാണ് ഇവിടെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത്. താൽക്കാലികമായ ഇമോഷൻസും മറ്റ് ജീവിത സാഹചര്യങ്ങളും നിങ്ങളെ പിടിച്ച് ഉലയ്ക്കാൻ അനുവദിക്കാതെ ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം എന്നും നിലനിൽക്കുന്നതല്ല, അതെല്ലാം പെട്ടെന്ന് തന്നെ മാറിപ്പോകുന്നതാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കുക. നിങ്ങൾ ഇതുവരെ വന്നിട്ടുള്ള സാഹചര്യങ്ങളും ഒക്കെ ഒന്ന് ഓർക്കുമ്പോഴേക്കും അതൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. അപ്പോൾ അതുപോലെ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന സാഹചര്യങ്ങളും അതുപോലെ നിങ്ങൾ കണക്കാക്കി എടുക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾ അത് വിശ്വസിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളിലും ഭഗവാനുണ്ട്, നിങ്ങളുടെ ചുറ്റുമുള്ളവരിലും ഭഗവാനുണ്ട്, എല്ലായിടത്തും ഭഗവാനുണ്ട് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിലും എല്ലാം നിങ്ങളുടെ കൂടെ തന്നെ ഭഗവാൻ നിങ്ങളെ ഗൈഡ് ചെയ്യാനും നിങ്ങളെ മുന്നോട്ട് നയിക്കാനും കൂടെ ഉണ്ട് എന്നിവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. സാഹചര്യങ്ങൾ നിങ്ങൾക്കൊരു വ്യക്തതയും തരാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും നിങ്ങളെ സംരക്ഷിക്കുവാൻ ഭഗവാനുണ്ട് എന്ന് നിങ്ങളെപ്പോഴും മനസ്സിൽ ഓർക്കാൻ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ ഓരോ ദൗത്യത്തിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഭഗവാൻ കൂടെ ഉണ്ടാകും എന്നും ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് കേട്ടോ. നിങ്ങളോട് ഭഗവാൻ ഒരു അഡ്വൈസ് കൂടെ തരുന്നുണ്ട്. നിങ്ങളുടെ സ്പിരിച്വൽ സർവീസും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങളും ഒരുപോലെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നിവിടെ പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഏത് ഉത്തരവാദിത്വത്തിൽ നിന്നാണോ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് അത് വീണ്ടും പൂർത്തീകരിക്കാനായിട്ട് വീണ്ടും ജന്മം എടുക്കേണ്ടി വരും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഇവിടെ തരുന്നുണ്ട്. അതുകൊണ്ട് സ്പിരിച്വാലിറ്റി എന്നുള്ളൊരു പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി പ്യുവർ ആണെങ്കിൽ മെറ്റീരിയൽ സ്റ്റെബിലിറ്റിക്കും സമൃദ്ധിക്കും വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അത് സേവനങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരുന്നതിലേക്കും കൂടി നിങ്ങൾ വിനിയോഗിക്കാൻ ശ്രമിക്കുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട്. ഓരോ സോളിനും അവരവരുടേതായ പർപ്പസ് ഉണ്ട്. ആ പർപ്പസും കൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഭൂമിയിലോട്ട് വന്നിട്ടുള്ളത്. നിങ്ങളുടെ വിശുദ്ധമായ പർപ്പസ് എന്താണോ അത് കൃത്യമായി മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്താതെ നിറവേറ്റുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. നിങ്ങളുടെ പാത മറ്റുള്ളവരിൽ നിന്നും ഡിഫറെൻ്റ് ആയേക്കാം, അത് ദൈവനിശ്ചയമാണ് എന്നുള്ള കാര്യമാണ് ഭഗവാൻ ഇവിടെ നിങ്ങളോട് പറയുന്നത്. നിങ്ങളത് ഭക്തിയോടെയും ബഹുമാനത്തോടെയും നിങ്ങളത് ഏറ്റെടുക്കുക, കൃത്യമായിട്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. ഓരോ വ്യക്തികൾക്കും അനുയോജ്യമായ പ്ലേസും അതുപോലെ തന്നെ ഡിവൈൻ ടൈമിങ്ങും ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോകാനാണ് ഇവിടെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസമാണ് എല്ലാത്തിനും ഒരു
സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ വിഷമങ്ങളും ആഗ്രഹങ്ങളും അതുപോലെ നിങ്ങളുടെ സങ്കടങ്ങളും പേടിയും എല്ലാം നിങ്ങൾ ഭഗവാനിലോട്ട് സമർപ്പിക്കാൻ പറയുന്നുണ്ട്. നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്ത് പ്രശ്നമാണെങ്കിലും അത് ഭഗവാനിലോട്ട് സമർപ്പിക്കാനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് സമാധാനം കിട്ടുകയും അത് മാത്രമല്ല അത് നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾ ഈ തടസ്സം നിങ്ങൾ തന്നെ സൃഷ്ടിച്ച് വെച്ചിരിക്കുന്ന ഈ തടസ്സം നിങ്ങളിൽ നിന്ന് മാറ്റുമ്പോൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഭഗവാൻ മിറാക്കിൾ സംഭവിപ്പിക്കുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ അതുപോലെ റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കുകയോ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയോ ചെയ്യേണ്ട കാര്യമില്ല. ആ കാര്യമൊക്കെ ഭഗവാൻ നോക്കി കൃത്യമായിട്ട് നിങ്ങളിൽ കൊണ്ടെത്തിച്ചു തരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ വിശ്വാസവും ഈ സറണ്ടർ മനോഭാവവുമാണ് നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നിവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ദൃഢത തരുന്ന കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ നിങ്ങൾ മെഡിറ്റേഷനിലോട്ടും സൈലൻസിലോട്ടും അതുപോലെ തന്നെ പ്രാർത്ഥനകളിലോട്ടും കണക്റ്റ് ആവുക. അപ്പോൾ അത് നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ കണക്റ്റ് ആകാനായിട്ടുള്ളൊരു മാധ്യമമാകുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലോട്ട് കണക്റ്റ് ആവുന്നതിലൂടെ അവിടെ കൂടിയിരിക്കുന്ന ഭഗവാനിലോട്ട് നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. നിങ്ങളുടെ എന്ത് ക്വസ്റ്റ്യൻ ആണെങ്കിലും എന്ത് സംശയമാണേലും നിങ്ങൾ ആ സമയത്ത് ഭഗവാനോട് ചോദിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാത്തിനുള്ള ഉത്തരം അവിടെ നിന്ന് ലഭ്യമാകുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിരിക്കുന്നത്. പിന്നെ ജീവിത സാഹചര്യങ്ങൾ ഒരു ഋതത്തിനനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ അവിടെ തിരക്ക് കൂട്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു ബ്ലോക്കേജ് സൃഷ്ടിച്ചിട്ടോ ഒരു കാര്യമില്ല. എല്ലാം അതിൻ്റെതായ ഒഴുക്കിനനുസരിച്ച് നടക്കട്ടെ എന്നുള്ളൊരു തീരുമാനത്തിൽ നിങ്ങളെത്താൻ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. നിങ്ങൾ വിശ്വാസത്തോടെ മുന്നോട്ട് പോകേണ്ട കാലഘട്ടമാണെന്ന് മനസ്സിലാക്കാൻ പറയുന്നുണ്ട്. റിസൾട്ട് പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും അതെല്ലാം മംഗളകരമായിട്ട് തന്നെ ഭവിക്കുന്നതാണ് എന്നുള്ളൊരു ഉറപ്പ് ഇവിടെ ഭഗവാൻ തരുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഭഗവാൻ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ഉറച്ച് വിശ്വസിക്കാൻ തന്നെയാണ് ഇവിടെ മെസ്സേജ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കായിട്ട് ഭഗവാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ളൊരു പവർഫുള്ളായിട്ടുള്ളൊരു തുടക്കം നിങ്ങൾക്ക് ഭഗവാൻ തരുന്നതാണ് എന്നിവിടെ മെസ്സേജ് വരുന്നുണ്ട്. ഇതൊരു പുതിയ ലൈഫ് പർപ്പസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ഐഡിയ ആയിട്ടോ ഒരു സ്പിരിച്വൽ റീബർത്ത് ആയിട്ടോ നിങ്ങളിലേക്ക് അത് കണക്റ്റ് ആവുന്നതാണ് എന്നിവിടെ ഭഗവാൻ മെസ്സേജ് വരുന്നുണ്ട്. അതെന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾക്ക് ഭഗവാന്റെ ബ്ലെസ്സിങ് അതിലുണ്ടാവുന്നതാണ്. അത് നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടെയും അതുപോലെ തന്നെ ആത്മാർത്ഥതയോടെയും നിങ്ങൾ അതിലേക്ക് എത്തിച്ചേരുക എന്നിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളാൽ ചില കാര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഭഗവാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ സ്വസ്ഥമായും സമാധാനമായും കണക്റ്റ് ആവുക എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതിലേക്കെല്ലാം കണക്റ്റ് ആവുന്നതിന് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുക, മെഡിറ്റേഷന് സമയം കണ്ടെത്തുക, അതുപോലെ തന്നെ സൈലൻസിന് വേണ്ടിയിട്ട് കുറേയേറെ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ എല്ലാത്തിനും ഉത്തരം നിങ്ങളിലോട്ട് വന്ന് എത്തിച്ചേരുന്നതാണ്. പിന്നെ എല്ലാം കണക്റ്റ് ആവാനുള്ള സമയത്ത് ഡിവൈൻ പ്ലാനിനനുസരിച്ചും ഡിവൈൻ ടൈമിനനുസരിച്ചും നിങ്ങളിലോട്ട് കൃത്യമായിട്ട് തന്നെ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്കായിട്ട് ഇന്ന് ഭഗവാൻ തന്നിട്ടുള്ള മെസ്സേജസ്. അപ്പോൾ താങ്ക് യു വെരി മച്ച്.